ഹായ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ യൂണിറ്റായ ഗിഫ്റ്റ് ബോക്സ് എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഫിസിൻ ആൻഡ് ഫിസ ആർ വെയിറ്റിംഗ് ഫോർ ദെയർ അങ്കിൾ. ഹിയർ ഈസ് അങ്കിൾ ബോട്ട് സം ഗിഫ്റ്റ് ടു. അവരുടെ അങ്കിളിനെ അവർ കാത്തിരിക്കുകയാണ്. അങ്കിളിൻ്റെ കയ്യിൽ കുറച്ച് ഗിഫ്റ്റുകളും ഉണ്ട്. വാട്ട് ഈസ് ഇൻ ദ ബോക്സ്? എന്തായിരിക്കും ബോക്സിനകത്ത്? സേവിങ് ബോക്സ്. ഹായ്, സി ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്മോൾ ഹൗസ്. വി ക്യാൻ കീപ്പ് അവർ കോയിൻസ് ആൻഡ് നോട്ട്സ് ഇൻ ദിസ്. ബോത്ത് ഓഫ് ദം കൗണ്ടഡ് ദെയർ കോയിൻസ് ആൻഡ് നോട്ട്സ്. അവർക്ക് എന്താ വാങ്ങിക്കൊടുത്തേ? അവർക്കൊരു കുടുക്കയാണ് വാങ്ങിക്കൊടുത്തത്. അങ്ങനെ അവരുടെ നാണയങ്ങൾ എണ്ണുകയാണ്. 5, 10, 10, 5, 2, 1. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫിസിൻ്റെ തുകയാണ് 33. അടുത്തത് ഫിസ 5, 5, 50, 1, 1. ഇത്രയും തുക കൂട്ടിയാൽ ഹൗ മച്ച്? 62. വാട്ട് ഓൾ നോട്ട്സ്? വി ഹാവ് നോട്ട്സ് ഓഫ് 5, 10 ആൻഡ് 50. അവരുടെ കയ്യിലുള്ളത് 5-ൻ്റെയും 10-ൻ്റെയും 50-ൻ്റെയും നോട്ടുകളാണ്. വാട്ട് അതർ നോട്ട്സ് ആർ ദെയർ? മറ്റേതൊക്കെ നോട്ടുകളാണ് ഉള്ളത്? വാട്ട് കറൻസി നോട്ടഡ് യു ഹാവ് യു സീൻ? റൈറ്റ് ദം. നിങ്ങൾ എന്തൊക്കെ നോട്ടുകളാണ് കണ്ടിട്ടുള്ളതെന്ന് വേണം ഇവിടെ എഴുതാൻ. നമുക്കറിയാം 1-ൻ്റെ നോട്ട് ഉണ്ടായിരുന്നു. 1, 2, 5, 10, 20, 50, 100, 200, 500. പിന്നെ നേരത്തെ 1000-ഉം 2000-ൻ്റെയും കൂടെ നോട്ടുകളുണ്ടായിരുന്നു. അതിവിടെ നിങ്ങൾ വേണം എഴുതാൻ. അടുത്തത് ഹൗ മച്ച്. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഇൻ ഈച്ച് സെറ്റ്സ് ആൻഡ് കണക്റ്റ് ടു ദ നമ്പർ. ഇവിടെ കുറേ നോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിൽ മാച്ച് ചെയ്യാനാണ്. നമുക്കറിയാം 2 10-ൻ്റെ നോട്ടാണെങ്കിൽ 2 10 ചേർന്നാൽ 20. ഇവിടെ 5 10കളാണ്. 5 10 50. ഇവിടെ 100 10കളാണ്. ഇവിടെ 10 10കളാണ്. 10 10 ചേർന്നാൽ 100. 3 10കൾ ചേർന്നാൽ 30. 4 10കൾ ചേർന്നാൽ 40. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. Taking out money, Fisin and Fisa went to the town with their uncle. They took out some money from ATM. Notes got from ATM. അവർ ATM-ൽ പോയി പൈസ എടുത്തു. ATM-ൽ നിന്ന് കിട്ടിയ നോട്ടുകളാണ് ഈ തന്നിരിക്കുന്നത്. ഹൗ മെനി 100 rupee നോട്ട്സ്? ഇവിടെ 100-ൻ്റെ എത്ര നോട്ടുകളുണ്ട്? 1, 2, 3, 4, 5. 5 നോട്ട്സ്. ഹൗ മെനി 200 rupee നോട്ട്സ്? 200 റുപ്പി എത്ര എണ്ണമുണ്ട്? 3. Changing money. They went to the market in an auto rickshaw. Do you have change for a 100 rupee note? ഓട്ടോക്കാരനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലൊരു 100 രൂപയുടെ ചേഞ്ച് ഉണ്ടോ? അങ്ങനെ 100 രൂപയ്ക്ക് ചേഞ്ച് കിട്ടിയത് ഇങ്ങനെയാണ്. 10-ൻ്റെ എത്ര നോട്ടുകളായിരിക്കും? 10-ൻ്റെ 10 നോട്ടുകൾ. 10. അടുത്തത് വാട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ 20 rupee നോട്ട്സ്? അങ്ങനെ 20-ൻ്റെ നോട്ടുകളാണെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ടാവുമായിരുന്നു? 5. വാട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ 5 rupee നോട്ട്സ്? 5 രൂപകളാണെങ്കിൽ അപ്പോൾ എത്ര എണ്ണം വേണം? 20 എണ്ണം വേണം. ഗ്രാൻഡ് ഡിസ്കൗണ്ട്. ഫിസിൻ, ഫിസ ആൻഡ് അങ്കിൾ വെൻറ്റ് ടു ദ ടോയ് ഷോപ്പ്. ഹാഫ് പ്രൈസ്. ഇവിടെ എല്ലാത്തിനും പകുതി വിലയേ ഉള്ളൂ. അങ്ങനൊരു ടോയ് ഷോപ്പിലാണ് ഇവർ ചെന്നിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് രൂപയുടെ ഒരു സിമ്പിളാണ് തന്നേക്കുന്നത്. ദിസ് സിമ്പിൾ മീൻസ് റുപ്പി. ഫിസിൻ ബോട്ട് എ ഡോൾ പ്രൈസ്ഡ് 40 rupees. ഹൗ മച്ച് ഷുഡ് ദേ പേ? ഫിസ വാങ്ങിയത് ഒരു 40 രൂപയുടെ ഡോളാണ്. അങ്ങനെയാണെങ്കിൽ അവർ എത്ര രൂപ പേ ചെയ്യണം? 20 രൂപ. ലുക്ക് അറ്റ് ദ പ്രൈസ് ഓഫ് ദ അതർ ഐറ്റംസ്. ഹൗ മച്ച് ഷുഡ് ദേ പേ? ഇത് ഒരു പ്രൈസ് ലിസ്റ്റാണ്. ഇവിടെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ എത്ര രൂപ പേ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈസ് RS10. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 5. 20 ആണെങ്കിൽ 10. 100 ആണെങ്കിൽ 50. 50 ആണെങ്കിൽ 25. 40 ആണെങ്കിൽ 20. നെക്സ്റ്റ് ട്വൈസ് 5 rupee. ട്വൈസ് 5 rupees ഈസ് 10 rupees. 5 2 തവണ കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്. 5 ഈസ് ഹാഫ് ഓഫ് 10. അത് തന്നെയാണ് 10-ൻ്റെ പകുതിയാണ് 5.
ദ ഗോട്ട് ദെയർ ഫേവറേറ്റ് ടോയ്സ്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടി. പ്രൈസ് ഓഫ് ടോയ്സ്. ഡിഡ് യു സീ ദ ടോയ്സ് ദേ ബോട്ട്. ഫിസിനും ഫിസയും വാങ്ങിയ ടോയ്സാണ് താഴെ തന്നിരിക്കുന്നത്. അവർക്ക് എത്ര രൂപ ചിലവായെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തത് കരടിപ്പാവ. കരടിപ്പാവയ്ക്ക് 50 റുപ്പീസ് ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് കൊടുക്കേണ്ടത്, 25. ദെൻ എയ്റോപ്ലെയിൻ 50 റുപ്പീസ്. ബോളിന് 10 റുപ്പിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഹാഫായ 5 റുപ്പീസ് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ കണ്ടുപിടിച്ചാൽ 25ഉം 80ഉം 75, 75ഉം 5ഉം 80. അടുത്തത് ഫിസ വാങ്ങിയത് ഈ ഒരു താറാവിന് 20 രൂപയായിരുന്നു. അതുകൊണ്ട് 10 രൂപ കൊടുക്കണം. അടുത്തത് മുയലിന് 40 ആയതുകൊണ്ട് 20 രൂപ. പ്ലെയിനിന് 100 രൂപയാണ്, അതിന് 50 രൂപ കൊടുക്കണം. ബോളിന് 10 രൂപയാണ്, അതിൻ്റെ 5 രൂപ കൊടുക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 85 എന്ന് കിട്ടും. ഹൂസ് ടോയ്സ് കോസ്റ്റ് മോർ. ആരുടെ ചോയ്സിനാണ് കൂടുതൽ പൈസ വന്നത്? 80നേക്കാൾ 5 രൂപ കൂടുതലാണ് 85. അതുകൊണ്ട് ഫിസയ്ക്കാണ് കൂടുതൽ തുക. വാട്ട് ആർ ദ ടോയ്സ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ഫോർ $70 റുപ്പീസിന് അവർക്ക് വാങ്ങാൻ പറ്റിയ ടോയ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം. പ്ലെയിനിന് 50 രൂപയും ഈ ഒരു മുയലിൻ്റെ പാവയ്ക്ക് 20 രൂപയാണ്. 50ഉം 20ഉം കൂട്ടിയാൽ 70 കിട്ടും. നെക്സ്റ്റ്, മണി മാറ്റേഴ്സ്. ആഫ്റ്റർ 1 month, ഫിസിൻ ആൻഡ് ഫിസ ഓപ്പൺ ദെയർ സേവിംഗ് ബോക്സ്. ദ കൗണ്ടഡ് ദ മണി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരുടെ പൈസ എണ്ണി നോക്കുവാണ്. 21 റുപ്പി കോയിൻസ് ആഡ് അപ് ടു 20 റുപ്പീസ്. 1 രൂപ കോയിൻ കൂട്ടിയാൽ 20 രൂപ കിട്ടും. 101 റുപ്പി കോയിൻസ് മേക്ക് ഹൗ മെനി റുപ്പീസ്. 100 രൂപ കൂട്ടിയാൽ എത്ര രൂപയായിരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം അല്ലേ, 100 വൺസ് ആണ് 100. അടുത്തത്, ടു മേക്ക് 200 റുപ്പീസ് ഹൗ മെനി 1 റുപ്പി ആർ നീഡഡ്. 200 രൂപയാകാൻ എത്ര 1 രൂപകൾ വേണമെന്നാണ്. നമുക്കറിയാം 200 ഒന്നുകൾ ചേർന്നാലാണ് 200 കിട്ടുന്നത്. അതുകൊണ്ട് 200. ഹൗ മെനി 10 റുപ്പീസ് ആർ നീഡഡ് ടു മേക്ക് 50 റുപ്പീസ്. 50 രൂപയാകാൻ എത്ര 10 രൂപകൾ വേണമെന്ന്. 10 5 എണ്ണം ചേർന്നാലാണ് 50 കിട്ടുന്നത്. ഹൗ മെനി 10 റുപ്പീസ് ആർ നീഡഡ് ടു മേക്ക് 100 റുപ്പീസ്. 10ൻ്റെ എത്ര നോട്ടുകൾ വേണം 100 രൂപയാകാൻ. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, 10ൻ്റെ 10 നോട്ട് ചേർന്നാലാണ് 100 ആവുന്നത്. ഹൗ മെനി 10 റുപ്പീസ് ആർ നീഡഡ് ടു മേക്ക് 200 റുപ്പീസ്. 10ൻ്റെ എത്ര നോട്ടുകൾ ഉണ്ടെങ്കിൽ 200 രൂപ കിട്ടും. 10ൻ്റെ 10 നോട്ടാണെങ്കിൽ 100 കിട്ടും. 10ൻ്റെ 20 നോട്ടാണെങ്കിൽ 200 രൂപ കിട്ടും. ചേഞ്ചിങ് മണി. Shobin changed a 100 rupee note. He got the notes shown above. How many of each can it be? ഒരാൾ ഷോബിൻ 100 രൂപ ചേഞ്ച് ചെയ്തപ്പോൾ അവന് കിട്ടിയ രൂപകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ഓരോന്നും എത്ര എണ്ണമാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. RS 5, 10, 20 ആൻഡ് 50. നമുക്കറിയാം 50ൻ്റെ ഒരു നോട്ട്, അപ്പോൾ 50ആയി. 20ൻ്റെ ഒരു നോട്ട്, അപ്പോൾ 50ഉം 20ഉം 70ആയി. 10ൻ്റെ 2 നോട്ട്, 70ഉം 20ഉം 2 10 നോട്ടെന്ന് പറയുമ്പോൾ അത് 20ആയി. അപ്പോൾ 90. 5ൻ്റെ 2 നോട്ടെന്ന് പറയുമ്പോൾ 5ഉം 5ഉം 10. അങ്ങനെ ആകെ 100. 50 + 20 + 10 + 10 + 5 + 5 = 100. 50, 20, 70, 70ഉം 10ഉം 80, 80ഉം 10ഉം 90, 90ഉം 5ഉം 95, 5ഉം 100. അടുത്തത് സേവിങ്സ്. ഫിസയുടെയും ഫിസിൻ്റെയും സേവിങ്സ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഫിസ 1 റുപ്പി കോയിൻസ് 10, അപ്പോൾ എത്രയായി? 10 റുപ്പീസ്. 5 റുപ്പി കോയിൻസ് 3, 5ൻ്റെ 3 കോയിനുകൾ, 5ഉം 5ഉം 10ഉം 5ഉം 15. 10 റുപ്പി നോട്ട്സ് 2, 2 10 രൂപ ചേർന്നാൽ 20. 50 രൂപ നോട്ട് 1, അപ്പോൾ 50 തന്നെ. അപ്പോൾ ടോട്ടൽ 50, 20, 70, 70ഉം 10ഉം 80ഉം 5ഉം 85ഉം 10ഉം 95. അടുത്തത് ഫിസിൻ്റെയാണ്. 5 റുപ്പി നോട്ട്സ് 1, ഒരു 5 രൂപ നോട്ട്, അപ്പോൾ 5. 5 റുപ്പി കോയിൻസ് 4, 4 5 രൂപയുടെ നാണയങ്ങൾ, അപ്പോൾ 20. 10 റുപ്പി നോട്ട്സ് 5, 5 10 രൂപ നോട്ട് ചേർന്നാൽ 50. ടോട്ടൽ 75 റുപ്പീസ്. ഹൂ ഹാസ് സേവ്ഡ് മോർ.
ഇതിൽ ആരാണ് കൂടുതൽ പൈസ സേവ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം. ഫിസയ്ക്ക് 95ഉം ഫിസിന് 75ഉം ആണ്. അപ്പോൾ ആരാ കൂടുതൽ സേവ് ചെയ്തേക്കുന്നത്? 95 ഫിസ. ഹൗ മച്ച് മോർ, എത്ര കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 95ൽ നിന്ന് 75 കുറച്ച് നോക്കിയാൽ അറിയാം, 20 റുപ്പീസ്. ദെൻ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ. Need help. A young woman with liver disease admitted to a hospital seeks aid. How about giving her some from our savings? Of course. ഇവരുടെ സേവിങ്സിൽ നിന്നും കുറച്ച് പൈസ ആ ലേഡിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഫിസിൻ ആൻഡ് ഫിസ സെൻഡ് ദെയർ 10 rupee നോട്ട്സ് ആൻഡ് 5 rupee നോട്ട്സ്. അവർ അവരുടെ ആ നോട്ടുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. 10 രൂപയുടെയും 5 രൂപയുടെയും നോട്ടുകൾ മാത്രം. അപ്പോൾ എത്ര രൂപയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം. 10 rupee നോട്ട്സ് ഫിസയ്ക്ക് 20 ഉണ്ട്, ഫിസിന് 50. 10 rupee നോട്ട്സ് 2 എണ്ണമാണ് ഫിസയ്ക്ക്, അങ്ങനെ 20 രൂപ. 10 rupee നോട്ട് 5 എണ്ണം ഫിസിന്, അങ്ങനെ 50 രൂപ. അതിൻ്റെ കൂടെ 5 രൂപയുടെ ഒരു നോട്ട് കൂടിയുണ്ട്, അതുകൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 50ഉം 20ഉം 70ഉം 5ഉം 75. Okay, thank you.